ഹായ് ഹലോ കൗമുദി വ്യൂവേഴ്സ് വെൽക്കം ടു ദി ഷോ. അപ്പം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴുന്ന പെണ്ണാല് എന്ന ഫേമസ് സോങ് നമുക്ക് അതറിയാം. യൂട്യൂബിൽ അത് ട്രെൻഡിങ് ആയിരുന്നു ഫോർ ലോങ് ടൈം. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 months ആയെന്ന് തോന്നുന്നു സോങ് റിലീസ് ആയിട്ട്. ഗോട്ട് ഓൾമോസ്റ്റ് 24 million വ്യൂസ്. അത്രയും ഫേമസ് ആണ്. അപ്പൊ അതിൽ കരിങ്കാളിയായിട്ട് പെർഫോം ചെയ്ത ആ ആളെ അന്വേഷിച്ച് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. ഹായ് നീലിമ, വെൽക്കം ടു ദി ഷോ. അപ്പൊ നമ്മുടെ കരിങ്കാളി അവിടെ ഇവിടെ ഉണ്ട് ഓസ്ട്രേലിയയിൽ. ഹലോ ഹലോ. താങ്ക് യു. സോ അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങനെ ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, അപ്പൊ അത് ഭയങ്കര അക്സെപ്റ്റൻസ്, അപ്പൊ എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ വെരി ഹാപ്പി, പ്രൗഡ്, വളരെ സന്തോഷം. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് പാട്ട് ആദ്യമായിട്ട് എനിക്ക് കേട്ടപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഒരിക്കലും ഇത്രയും ഒരു ഹൈക്കിലേക്ക് പോകുന്നൊട്ടും വിചാരിച്ചിരുന്നില്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഇനീഷ്യൽ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഇത് ആരാണെന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു? ഇനീഷ്യൽ റെസ്പോൺസിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടാണ് സ്ലോലി ജനങ്ങളിലേക്ക് എത്തുന്തോറും ആണ് ആൾക്കാർ ഇപ്പോ റെസ്പോണ്ട് ചെയ്യാനും കൂടുതൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഓക്കെ, എന്തായിരുന്നു ഇപ്പൊ ഞാൻ മീൻസിലേക്ക് ഇങ്ങനെ ഡാൻസ്, ആ ഒരു പെർഫോമൻസ് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പെർഫോമർ ആണ്. ഡാൻസിന് മുന്നേ എന്താ പറയുക, പഠിച്ചിട്ടുള്ള ഒരാളാണെന്നൊക്കെ എന്തായാലും മനസ്സിലാവും. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു പെർഫോമൻസിലേക്ക് എത്തിയത്? ഈ ഒരു പെർഫോമൻസ് ശരിയാണ്, ഡാൻസിലൂടെ തന്നെയാണ്. ഞാൻ 23 വർഷമായിട്ട് ശ്രീമതി കലാ പരമേശ്വരൻ ടീച്ചറുടെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബാബുചേട്ടൻ ഷൈജുവേട്ടനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് എന്നിലേക്ക് എത്തുന്നത്. അപ്പോ ഡാൻസിലൂടെ തന്നെയാണ് ഇതിന്റെ ഒരു വഴിയൊരുക്കിയത്. ഓക്കെ നൈസ്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ നമ്മുടെ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു പെർഫോമൻസ് ഇല്ല, അപ്പൊ ഇതിന് നടത്തിയ ഒരു ഹോംവർക്ക് എങ്ങനെയായിരുന്നു? ഇതിപ്പോ ഫ്രം ഇതിന്റെ ഒരു കോസ്റ്റ്യൂം, എങ്ങനെ ഇത് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു സിങ്ക്, ഇതൊക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു എന്തൊരു ഹോംവർക്ക്? ഇതിന്റെ ഹോംവർക്ക് ആക്ച്വലി എനിക്ക് ഒരു 1 week ബിഫോർ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാട്ട് റിലീസ് ചെയ്യണം, അപ്പോ നീലിമ ഇതിലൊന്ന് വർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് ടെൻഷൻ എന്താന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് ആൽബം ആണ്. അപ്പൊ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ആൽബം ഫീൽഡിലോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാന് ഒരു മോഡലാണ്, ഒരു ഡാൻസറാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു പേജന്റ് ഷോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ അല്ല. ഒരു പേജന്റ് ഷോക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ ഷൈജു ഏട്ടനും എല്ലാം നല്ല ധൈര്യമൊക്കെ തന്നിരുന്നു, യു ക്യാൻ ഡു ഇറ്റ്. അപ്പോ എല്ലാം ഈശ്വരനെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ പാട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ ഒരു തീം എന്ന് വെച്ചാൽ ഇത് കണ്ണകിയാണ്. അപ്പോ സാധാരണ ദേവിയുടെ പോലെ അല്ല, ദേവിമാരെ പല രൂപവും എല്ലാം ഉണ്ട്. അപ്പൊ കണ്ണകി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബിയസ്ലി നമുക്കറിയാം രൗദ്രാണ്, ഭയങ്കര ദേഷ്യ. അപ്പോ നമ്മുടെ ഒരു നീലിമയുടെ പോർഷൻ വരുന്നതെല്ലാം നമ്മൾ അങ്ങനെയാണ്, ദേവിയായിട്ടാണല്ലോ. അപ്പൊ രൗദ്രമാണ് തീം. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനനുസരിച്ചാണ് കൊറിയോ ചെയ്തതും പ്രിപ്പയർ ചെയ്തതും ഡെയിലി ഹോംവർക്ക് ചെയ്തതും എല്ലാം അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുണ്ട്, ഇപ്പൊ ഓസ്ട്രേലിയ ആണ്, അപ്പൊ നാട്ടിൽ എവിടെയാണ്? നാട്ടില് ഞാന് പെരിഞ്ഞനം സ്വദേശിനിയാണ്, ഇരിഞ്ഞാലക്കുടയുടെ അടുത്താണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെ ഈ രൗദ്രഭാവമാണ് അതില് അല്ലേ? അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഈ രൗദ്രഭാവത്തിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നോ? പിന്നെ അത് മാത്രമല്ല, സ്പെഷ്യലായിട്ട് ഒരു മെൻഷൻ ചെയ്യേണ്ടത് കോസ്റ്റ്യൂംസ് ആണ്. യൂഷ്വലി അതിലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോസ്റ്റ്യൂംസ് ആണ് അല്ലെ? ബ്ലാക്ക് സാരി ആൻഡ് ഒരു റെഡ് ഇതാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ യൂഷ്വലി അങ്ങനെ ഒരു രൗദ്രഭാവത്തിൽ വരുമ്പോൾ എപ്പോഴും റെഡ് കളറായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ചോയ്സ് എങ്ങനെയാണ് വന്നത്? ആ ഒരു ചോയ്സ് ഡയറക്ടർ വിദ്യാശങ്കറിന്റെ എന്റെയും ഒരു രൂപപ്പെട്ടതാണ്. ബിക്കോസ് നമ്മളിത് യൂഷ്വലി ഇപ്പോ ലിപിൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാരും ഒരു റെഡ് ഓൾമോസ്റ്റ് നമ്മൾ കോസ്റ്റ്യൂം ചെയ്യാറ്. ഇപ്പോ ദേവി ഭാവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫുൾ റെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും ചെയ്യണം. അപ്പൊ അതില് നമ്മള് ഒരു പ്രതിഷ്ഠയില് കണ്ടാൽ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് വ്യത്യാസം എന്താന്ന് വെച്ചാൽ ചെറിയ കാളിയുടെ മുകളിലാണ്
കൊടുങ്ങല്ലൂർ അമ്മ ഇരിക്കുന്നത്. ചെറിയ കാളി ഇരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കരിങ്കാളിയുടെ പോസ്റ്ററിൽ ചെറിയൊരു കുട്ടി ആവണി. ആ കുട്ടിയുടെ മേളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്ക് ശരിക്കും കാളി രൂപം തന്നെയാണ് അതും. അപ്പൊ അതിലും ആ കുട്ടി ബ്ലൂ ആണ് ധരിച്ചിരിക്കുന്നത്, റെഡ് അല്ല. അപ്പൊ അത് ഡയറക്ടറിന്റെ ഒരു കഴിവാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഡിഫറെന്റ് ആംബിയൻസിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, യൂഷ്വൽ ക്ലീഷ വേണ്ട. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്ത് ഓക്കെ നമുക്ക് എന്നാ റെഡും ബ്ലാക്കും ആയാലോ, ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ? അത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു റെസ്പോൺസ്, ഇത് എങ്ങനെയുണ്ട്, എങ്ങനെ ഇതിന്റെ ഒരു ഔട്ട്കം എങ്ങനെയായിരുന്നു എന്നായിരുന്നു എല്ലാവരുടെയും ഒരു റെസ്പോൺസ്? ഒബ്വിയസ്ലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്റെ ഫിയാൻസെ ആയിരുന്നു, എന്റെ ഹസ്ബൻഡ് ആണ്. ഫിയാൻസെ, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാരും വളരെ സപ്പോർട്ടീവ് ആണ്. ഇത് കഴിഞ്ഞപ്പോ പാട്ട് കേട്ടപ്പോ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. അപ്പൊ ഇതെന്തായാലും ഒരു ക്ലിക്ക് ആവും എന്നുള്ളത് ചെറിയൊരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ ഈശ്വരനെ വിചാരിച്ച് അങ്ങോട്ട് ചെയ്തു. അത് ഈശ്വരാനുഗ്രഹം പോലെ എന്തോ വളരെ ഭംഗിയായി. എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടാണ് റെസ്പോണ്ട് വന്നത്. ഡിവോഷണൽ സോങ് കൂടിയാണ്. അപ്പൊ ഒബ്വിയസ്ലി ആർക്കും ക്രിട്ടിസൈസ് ഒരു പഴുതൊന്നുമില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹസ്ബൻഡിന് അത് കഴിയുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ഒരു കരിങ്കാളി ആവോ അല്ലെങ്കിൽ കുറച്ച് വയലന്റ് ആയിട്ടുള്ള ഒരു ആളാണോ എന്നൊരു പേടി ഉണ്ടായിരുന്നോ? അല്ല, ഇടയ്ക്ക് ആവുന്നുണ്ടോ എന്തെങ്കിലും കാര്യത്തിന്? ഹസ്ബൻഡും ഞാനും സെയിം ക്യാരക്ടറാണ്. അപ്പൊ ഞങ്ങള് വളരെ ജെല്ലിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ കരിങ്കാലി ആയാലും അദ്ദേഹം എന്താ പറയാ അതിന്റെ ഒരു മെയിൽ വേർഷനും ആവും. അതുകൊണ്ട് മാനേജ് അത് നമ്മള് അടക്കി ഒതുക്കിയല്ലേ ഹാപ്പി ആയിട്ട് പോകും. വെരി ഹാപ്പി. ഓക്കെ, ഇപ്പൊ ഈ ഡാൻസ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം ഓസ്ട്രേലിയയിലാണ്. അപ്പൊ അവിടുത്തെ മലയാളി എന്താ അസോസിയേഷനിലോ അല്ലെങ്കിൽ മലയാളി സമാജത്തിലൊക്കെ ഇപ്പൊ ആസ് എ ഡാൻസർ നമ്മളൊരു ചെറിയ സെലിബ്രിറ്റി ഒക്കെ ആണോ? കാരണം ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി 24 മില്യൺ എന്ന് പറയുമ്പോൾ ഒരുവിധം മലയാളികളൊക്കെ തന്നെ അത് കേട്ടിട്ടുണ്ട്. പിന്നെ ഐ മീൻ അല്ലെ, അത്യാവശ്യം നമ്മൾ റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ഈ സോങ് എപ്പോഴും ഇങ്ങനെ പോപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ ഒരു എവിടെ അവരെ മീറ്റ് ചെയ്ത് അവരോട് പറഞ്ഞോ അതിലെ കരിങ്കാലിയൊക്കെ ചെയ്ത് ഞാനാണ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറയേണ്ടി വന്നോ? ഇല്ല, ഞാൻ അങ്ങനെ കുറച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് ഷൈ ആണ്. സോ റെക്കഗ്നൈസ് ചെയ്ത് എന്നോട് ചിലരൊക്കെ ഇങ്ങനെ അമ്മമാരും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാല് ാണ് ഏറ്റവും അധികം ഈ പാട്ടിനോട് ഒരു ഇഷ്ടം. ഞാൻ എപ്പോഴും ഒരു അമ്പലത്തിൽ പോയാലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് ചെറിയ കുട്ടികളാണ്. അതാണ് അതിശയം. ചെറിയ കുട്ടികളാണ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും അത്രേ ഉള്ളൂ. അപ്പൊ ഞാന് ഈ എനിക്ക് രൗദ്രമായിട്ടുള്ള ആ ഒരു ഭാവങ്ങൾ, ആ ഒരു മീൻസ് അത് എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്തു എന്ന് ചോദിക്കണം. മീൻസ് ലൈക്ക് ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്തു നമുക്ക്. ബിക്കോസ് സ്പെഷ്യലി ഈ ഒരു മൂമെന്റ്സ് ഒക്കെ ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് വേണ്ടി അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? Yeah, sure. I'll repeat. Okay. ഓക്കെ, അപ്പൊ ഞാന് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ മീൻസ് ഈ സോങ് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പം ഡെഫിനറ്റ് ആയിട്ടും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് പറഞ്ഞ പോലെ നമുക്ക് ഒരു മോഡലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ എങ്ങനെ മൂവീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓഫർ വന്നായിരുന്നോ? അല്ലെങ്കിൽ പിന്നീട് ഷോർട്ട് ഫിലിംസ് പിന്നെ മൂവീസ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? പ്ലാൻ ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ കരിങ്കാലി എന്ന് പറഞ്ഞ ആൽബം തന്നെ ഒരു നിയോഗം പോലെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും അതിനുവേണ്ടി ഒരു ഹാർഡ് വർക്കോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഒന്നും അങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് നമുക്കുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, സീസർക്കുള്ളത് സീസർക്കാണ്. അപ്പൊ അത് ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളും പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. അപ്പൊ അത് എനിക്കുള്ള നിയോഗമായിരുന്നു. സോ അത് നമ്മളെ തേടിയെത്തി. അങ്ങനെയാണ്. അപ്പൊ ഇതുവരെ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഫിലിമോ ഇതുവരെ ഒന്നും വരാതില്ല. ഓക്കെ, അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? നമുക്ക് ഇനി ട്രൈ ചെയ്യാം എന്ന് തോന്നിയിട്ടുണ്ടോ? അറിയില്ല, അത് വന്നാൽ അപ്പോഴത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. ഓക്കെ ഓക്കെ, ഇപ്പൊ ആ ടീം, ദ ഹോൾ ടീം നമ്മുടെ ഇപ്പം ഞാൻ അറിഞ്ഞു ഇങ്ങനെ കരിങ്കാലി 2 വരികയാണെന്ന്. അപ്പൊ ആ ഹോൾ ടീമുമായിട്ട് എത്രത്തോളം ടച്ചിലാണ് അവര്? കരിങ്കാലി 2ക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ വരണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ?
ഡെഫിനറ്റ്ലി നമ്മള് ക്രൂവിലുള്ള ഡയറക്ടർ വിദ്യാശങ്കർ, പ്രൊഡ്യൂസർ ജൈനിഷേട്ടൻ ആൻഡ് ലിറിക്സിസ്റ്റ് കണ്ണൻ ചേട്ടൻ, മ്യൂസിക്കൽ ഡയറക്ടർ ഷൈജേട്ടൻ, എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഷൈജുവേട്ടനും ജൈനീഷേട്ടനും വിദ്യാശങ്കറായിട്ടാണ് മെയിൻലി കോണ്ടാക്ട്. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞോ കരിങ്കാലി 2 നമ്മൾ ഓൺ ആക്കുന്നുണ്ട് വരണം എന്ന് പറഞ്ഞു? പറഞ്ഞു. എന്റെ അടുത്ത് അവര് രണ്ടുപേരും ഇൻഫോം ചെയ്തു. ഡയറക്ടറും പിന്നെ പ്രൊഡ്യൂസറും എന്നെ ഇൻഫോം ചെയ്തിരുന്നു നമ്മുടെ കരിങ്കാലി 2 ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. തീർച്ചയായിട്ടും അനൗൺസ് ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ ഒരു സോങ്ങിന്റെ ഒരു അക്സെപ്റ്റൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റീൽസ് ആണ്. നമ്മള് ഇൻസ്റ്റയിൽ ആ ഒരു ടൈമിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇത് റീൽസ്. അപ്പൊ ഈ റീൽസ് കാണുമ്പോൾ ഉള്ളൊരു നമ്മൾ പാട്ടായിരുന്ന ഒരു സോങ് പറയുമ്പോഴേ അതിന്റെ ഒരു ഫീൽ എങ്ങനെയാ? റീൽസ് ഒബ്വിയസ്ലി കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോൾസ് കിട്ടിയിട്ടുള്ള ഒരു ആൽബം തോന്നുന്നു. ഒരു മ്യൂസിക്കൽ ആൽബമായിട്ട്, വൺ ഓഫ് മ്യൂസിക്കൽ ആൽബമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ട്രോൾസിനോടൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? വളരെ പോസിറ്റീവ് ആയിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അവരത് ഏറ്റെടുത്ത് അവരിലേക്ക് അത് എത്തിയത് കൊണ്ടാണല്ലോ അവര് ട്രോൾസ് ഉണ്ടാക്കുന്നത്. അപ്പൊ പോസിറ്റീവ്ലി കാണാനാണ് ഏറ്റവും വളരെ സന്തോഷം തോന്നാറുണ്ട്. അല്ല ഹസ്ബൻഡ് ഇതൊക്കെ കൊണ്ട് കാണിച്ചു തരലുണ്ട് പുതിയൊരു ട്രോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്? പിന്നെ ഹസ്ബൻഡ്, പിന്നെ സിസ്റ്റർ ഇൻ ലോ, പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അയച്ചിരുന്ന പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഈ അടുത്ത്. നമ്മുടെ എനിക്ക് തോന്നുന്നു മെട്രോ, നമ്മുടെ മെട്രോന്റെ ഇത് സെയിം കരിങ്കാലിയുടെ വെച്ചിട്ട് ഒരു ട്രോൾ വീഡിയോ. പിന്നെ ഈ സോങ്ങിന്റെ ഒരു അക്സെപ്റ്റൻസ് ഇത് നമ്മൾ പറയല്ലോ ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മള് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സോങ് ആണ്. അപ്പൊ അങ്ങനെ ഒരു അക്സെപ്റ്റൻസും കൂടെ ഈ സോങ്ങിനുണ്ട്. പിന്നെ എന്താ പറയാ പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭയങ്കര ഇന്റൻസ് ആയിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു പെർഫോമർ എന്ന ഹൗ ഡു യു ഫീൽ ഈ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ്? അതായത് ഈ നമ്മളെ പറയില്ലേ ഈ റിലീജിയന്റെ ഡിവോഷൻസ്, ഹിന്ദു ഡിവോഷണൽ സോങ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുമെങ്കിലും അതിന്റെ ഒരു അക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. ബിക്കോസ് ഐ ഹാവ് ഹേർഡ് ദാറ്റ് സോങ് മൾട്ടിപ്പിൾ ടൈംസ്. അപ്പൊ അങ്ങനെ പലരും ഇപ്പൊ ഹൂ ഇസ് നോട്ട് എ ഹിന്ദു, ഇപ്പൊ നോൺ ഹിന്ദു ആണെങ്കിലും പല പ്രാവശ്യവും ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അക്സെപ്റ്റൻസിനെ കുറിച്ച് എങ്ങനെ എന്താ പറയാ? ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും. ബിക്കോസ് ഇത്രയും ജനങ്ങളിലേക്ക് എത്തി, അവരത് ഏറ്റെടുത്തു. അത് ജാതി ഭേദം തന്നെയാണ്. അപ്പൊ നമുക്ക് യൂട്യൂബിൽ ഇപ്പൊ നമ്മുടെ ഈ ആൽബത്തിന്റെ താഴെയുള്ള കമന്റ് സെക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമാവും. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു മുസ്ലിമാണ്, എന്നിട്ടും അവർക്ക് ആ പാട്ടിനോടുള്ള ഭയങ്കര അറ്റാച്ച്മെന്റ് കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഒരു പാട്ട് ഹിറ്റ് ആവുന്നതിനേക്കാളും ഒരു എല്ലാ ഒരു ജാതി വ്യത്യാസം ഇല്ലാതെ എല്ലാരും അതിനെ ആസ്വദിക്കണമെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ എന്റെ അംഗീകാരം. റൈറ്റ്. ആ സോങ് തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു സെലിബ്രേഷന്റെ ഒക്കെ ഭാഗമാകാൻ പറ്റും. എനിക്ക് തോന്നുന്ന ഒരു 1 മില്യൺ സെലിബ്രേഷൻ, പിന്നെ ഒരു 10 മില്യൺ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിലുണ്ടായിരുന്നോ അതോ അതിന് മുന്നേ ഓസ്ട്രേലിയക്ക് പോയോ? ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയായിരുന്നു? ഇല്ല 1 മില്യൺ 10 മില്യന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു. ബിക്കോസ് അത് വളരെ ഫാസ്റ്റ് ആയിരുന്നു. 1 മില്യൺ ടു 10 മില്യൺ എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട്ലി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഭാഗമാവാൻ സാധിച്ചു. ഓ വണ്ടർഫുൾ. ഇതിൽ തന്നെ നമ്മള് നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇപ്പം ഇതിൽ 2 സിംഗേഴ്സ് ഉണ്ടല്ലേ? ഉണ്ട്. യെസ്. അപ്പൊ ഇതില് മീൻസ് അനൂപ് ജി അപ്പൊ ഇതില് വൺ ഓഫ് ദ സിംഗേഴ്സ്. അപ്പൊ പിന്നെ പുള്ളിയുടെ ഒരു പ്രസൻസ് കണ്ടില്ല ഈ ഒരു സെലിബ്രേഷന്റെ ടൈമിലോ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രസൻസ് കണ്ടില്ല. അപ്പൊ പുള്ളി മീൻസ് പുള്ളിയായിട്ട് ഇപ്പോഴും ടച്ചിലുണ്ടോ? അത് എന്താണ് അങ്ങനെ 2 സിംഗേഴ്സ് ഉണ്ടായിട്ട് ഒരാളുടെ ഒരു പ്രസൻസ് ഇല്ലാത്തതെന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തോ? പുള്ളിയായിട്ട് ഐ യു ഇൻ ടച്ച് വിത്ത്? ഇല്ല, ഞാന് ഇനീഷ്യലി അനൂപേട്ടനാണ് മെയിൻ സിംഗർ. അപ്പൊ ഇനീഷ്യലി ടച്ച് ഉണ്ടായിരുന്നു. ന്റെ കാര്യം ഒരു ആൽബത്തിൽ ഇതേപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഇൻഫോം ചെയ്തിരുന്നു. അല്ലാതെ പേഴ്സണലി ഞങ്ങൾ തമ്മിൽ അത്ര കോണ്ടാക്ട് ഇല്ല. പിന്നെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റീസൺസ്, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ. സോ അറിയില്ല എന്താ റീസൺ. ആർക്കും ഞങ്ങൾ എന്റെ ക്രൂവിന് തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഷോർട്ട് ഫിലിം ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. വഴി ടേക്ക് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്താ തോന്നുന്നത്? പറഞ്ഞ ഇതിനു മുന്നും ഇങ്ങനെ എന്താ പറയാ വല്ലപ്പോഴും വളരെ റയറായിട്ട് 1 or 2 ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോഴൊക്കെ, പക്ഷെ സ്റ്റിൽ എനിക്ക് അതിനുള്ള ഒരു അന്നെന്തോ അതിനോട്
ധൈര്യം ഇല്ലാഞ്ഞിട്ടോ അതോ എന്തുകൊണ്ടോ അന്നൊന്നും ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. താല്പര്യം എന്നും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്തോ അന്നൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കാൻ തോന്നിയില്ല. മേ ബി ഇതായിരിക്കും എന്റെ ആദ്യത്തെ ഒരു ആൽബമായിട്ട് ചിലപ്പോ നിയോഗം വെച്ചിട്ടുണ്ടാവുക. അതായിരിക്കും അന്ന് ചിലപ്പോ ഇനിഷ്യേറ്റീവ്. Okay, definitely, definitely. അപ്പൊ നീലിമ ബൈ പ്രൊഫഷണൽ ഡിഡ് യു ലേൺ ആൻഡ് എന്താണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ എന്താ ഒരു പ്രൊഫഷണൽ സ്റ്റേറ്റസ് എന്താ? ഞാന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, എക്കണോമിക്സിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഫ്രം ദാറ്റ് ഞാൻ ഇപ്പോ 90+ മൈ ട്യൂഷൻ ആപ്പിലെ ട്യൂട്ടർ ആയിരുന്നു. അതിനുശേഷം പിന്നെ റിസൈൻ ചെയ്തു. പിന്നെ ഞാൻ മോഡലിംഗ് ചെയ്യാറുണ്ട്, പ്രൊഫഷണൽ മോഡലാണ്. ഒരു പേജന്റ് ഷോസിനൊക്കെ കോമ്പറ്റ് ചെയ്യും, അതാണ് വൺ ഓഫ് ദ ഇൻട്രസ്റ്റ്. അപ്പൊ ഇങ്ങനെ പേജന്റ് ഷോസിലൊക്കെ കോമ്പറ്റ് ചെയ്യും, ടൈറ്റിൽ വിന്നർ, അങ്ങനെ ചെറിയ അച്ചീവ്മെന്റ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ കറന്റ്ലി നോട്ട് വർക്കിംഗ് ബിക്കോസ് നമ്മളിപ്പോ വന്നിട്ടേല്ലോ. അപ്പൊ ഞാൻ ഇനി ഒരു എനിക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടുള്ളൂ. ഓ നൈസ് നൈസ്. അപ്പൊ ഞാൻ ഡാൻസും ഇതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ടോ? കാരണം ഇനിയും എന്താ പറയാ, നോട്ട് ജസ്റ്റ് കരിങ്കാലി പെർഫോമൻസ് ബട്ട് ഇനിയും നിറയെ പെർഫോമൻസുകൾ കാണാൻ എനിക്ക് തോന്നുന്നു. പീപ്പിൾ വുഡ് റിയലി ലവ് ടു വാച്ച് യു ഓൺ സ്ക്രീൻ. അപ്പൊ ഡാൻസും ബാക്കി പെർഫോമൻസും ആയിട്ടൊക്കെ എന്താണ് ഒരു പ്ലാൻ? ഓഫ് കോഴ്സ് ഡാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല. ബിക്കോസ് നമ്മളത്, എനിക്ക് തോന്നുന്നൊരു 3.5-4 വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്. എന്റെ അമ്മയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. അന്നൊന്നും നമ്മുടെ പേരൻസ് ആണ് ശരിക്കും നമ്മളെ റേസ് ചെയ്യുന്നതല്ലോ. കാരണം നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് ആ പ്രായത്തിലൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതെന്റെ അമ്മയാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ അമ്മ എന്നെ ആ പ്രായത്തില് ടീച്ചറുടെ കീഴിൽ കൊണ്ടാക്കി. ടീച്ചറും എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയാണ്. ഒരു വളരെ വളരെ നല്ല, എന്താ പറയാ, ഭയങ്കര ക്ഷമയുള്ള ടീച്ചറാണ്. ഞങ്ങളിങ്ങനെ പഠിപ്പിക്കും. അപ്പൊ ടീച്ചറുടെ കീഴിൽ അങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അതിന്. കാരണം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്, നല്ലൊരു കലാസ്വാദകനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആഗ്രഹം പോലെ ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് മുന്നേ കരിങ്കോഴിയല്ലേ എന്റെ പൊന്നുശങ്കർ എന്ന് പറയുന്ന ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി അടിപൊളി, ഭയങ്കര. ഓക്കെ, അത് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഫീൽ ചെയ്തോ, അയ്യോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സോങ് ആണ് ഇത്, ഇവരിങ്ങനെ നശിപ്പിക്കാനുള്ളത് ഫീൽ ചെയ്തോ? അയ്യോ നെവർ, ഒരിക്കലല്ല. അത് പോസിറ്റീവ് ആയിട്ടാണ് എപ്പോഴും കാണാറ്. കാരണം അവർക്ക് അത് വളരെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ. അത് അവർ ചെയ്താൽ അത് നല്ല റീച്ച് കിട്ടും, അത് നല്ലതാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അവരത് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ പോസിറ്റീവ്ലി ഞാൻ ഇടയ്ക്ക് ഒരു ഇതുപോലെ ഒരു ട്രോള് കണ്ടിട്ട് ഞാൻ അതിൽ കമന്റ് ചെയ്തു, എനിക്ക് ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഈ ആൽബം എന്ന് പറഞ്ഞപ്പോ അതിലൊരാൾ കമന്റ് ചെയ്തല്ലോ, അപ്പൊ താനാണല്ലേ ആ വ്യക്തി, താനാണല്ലേ, തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഓ കരിങ്കാലി താനാണല്ലേ കണ്ടുപിടിച്ചത് അല്ലേ? താനാണല്ലോ മാടമ്പിള്ള മനോരമയ്ക്ക് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ നൈസ് നൈസ് നൈസ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് മീൻസ് ലൈക്ക് ലൈഫിൽ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ ടു ബി പാർട്ട് ഓഫ് ഇത്രയും വൈറലായ ഒരു സോങ്. അപ്പൊ കീപ് ഗോയിങ്. അപ്പം ഇനിയും നല്ല നല്ല പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് അപ്പൊ ആഗ്രഹം പോലെ ഓസ്ട്രേലിയയിൽ ഒരു ഡാൻസ് സ്കൂളൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്ന് ഞാൻ ഐ വിഷ് ഓൾ എവറി ഗുഡ് തിങ്സ് ടു ഹാപ്പൻ. അപ്പം നിലിമ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഓൺ ദി ഷോ. താങ്ക് യു സോ മച്ച്. ഇതും എന്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.